പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ മക്കളെ, ഇന്ന് തിങ്കളാഴ്ച പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ, കൃപാസ്ഥാനത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ഇന്നത്തെ ദിവസം ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. നിങ്ങളുടെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇടപെടുന്ന വിഷയങ്ങൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവ് തൻ്റെ നീല മേലങ്കിയാൽ നിങ്ങളെ സംരക്ഷിക്കുകയും ലക്ഷ്യത്തെ കർത്താവ് സാധൂകരിക്കുകയും അതിനെ പൂർത്തിയാക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ഇങ്ങനത്തെ യാത്രകൾ, ജോലികൾ, ജോലി ഇല്ലാത്ത അവസ്ഥകൾ, ജോലി തേടിയുള്ള പുറപ്പാടുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷകൾ പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷ പരിശുദ്ധ അമ്മ, നിൻ്റെ വരാൻ പോകുന്ന റിസൾട്ടുകൾ, നിങ്ങൾ പേവാക്കുകളും പൊട്ടുവാക്കുകളും ദൈവത്തിന് നിരക്കാത്ത ഒരു വർത്തമാനം പറയരുത്. കാര്യം നിങ്ങൾ നിരാശപ്പെടുകയും ചെയ്യരുത്. കാര്യം ഒരു പരീക്ഷയെക്കാളും വിജയത്തെക്കാളും വലുതാണ് എൻ്റെ ദൈവം. കാര്യം ദൈവമാണ്. ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത് ദൈവം അവൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയാണ് എന്നതാണ് വിഷയം. അപ്പം പരീക്ഷയ്ക്ക് 2 മാർക്ക് 1 മാർക്ക് കുറഞ്ഞു പോയാലും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-ന് 9 കൂടിയ പോലെയാണ് ഇരിക്കണത്. അപ്പം അത് നീ ഉറപ്പ് വരുത്തിയാൽ മതി. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നിൻ്റെ ജോലികളെ ആശീർവദിക്കട്ടെ. നിൻ്റെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി നീയുടെ ഉദ്യമങ്ങൾ, നീ ചെയ്യുന്ന വർക്കുകൾ, നിനക്ക് പണം നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പണം ചെയ്ത ജോലിയുടെ പണം കിട്ടാത്തവരുണ്ട്,
കൊടുത്ത പണം, ജോലിക്ക് വേണ്ടി കൊടുത്ത പണം കിട്ടാത്തവരുണ്ട്, പലതരത്തിൽ തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന രീതിയിൽ വിഷമിക്കുന്നവരുണ്ട്, ആരും സഹായിക്കാനില്ലാത്തവരുണ്ട്. അവരെല്ലാം പരിശുദ്ധ അകമ്പടി വന്ന് നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. മക്കളില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളാണ്, പക്ഷേ അതേസമയം തന്നെ കുഞ്ഞിനെ പലതരത്തിലുള്ള തകരാറുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ട് വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം ഈ നിമിഷം കർത്താവ് തിരുമുറുപാടുന്ന വലതുകരത്താൽ നിന്റെ ഗർഭം നിറഞ്ഞ വയറിനെ കർത്താവ് ആശീർവദിക്കട്ടെ. നിന്റെ രോഗപീഠകളെ, നിന്റെ ഗർഭസ്ഥിൻ്റെ രോഗപീഠകളെ കർത്താവ് ഈ നിമിഷം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തട്ടെ. ദൈവത്തിലെ നിന്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെയുള്ള ആന്തരിക അവയവങ്ങളെ കർത്താവ് സ്പർശിക്കുകയും ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ ജോലികൾ, യാത്ര ലക്ഷ്യങ്ങൾ എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടുകയും സഫലമാക്കുകയും ചെയ്യട്ടെ. Lord Jesus Christ, pour out His Spirit, touch with the fire of fingers, soak with the precious blood. Lord, infuse His Spirit, Lord, infuse His Spirit of power and grace. പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിച്ചപ്പോഴേ പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് കയറി പ്രസംഗിച്ചായിരുന്നു. എനിക്കെങ്ങനെ ഇടയ്ക്ക് സംഭവിക്കൂ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറയാൻ ഉദ്ദേശിച്ചാകാതെ വേറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവുണ്ട്, അതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് പറയും. അന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്ന് വെച്ചാൽ അമ്മയുടെ മുഖ്യ വികാരം തിടുക്കമാണെന്നുള്ളതാണ്. തിടുക്കം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ഈ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന യേശുക്രിസ്തുവിൻ്റെ സാധ്യതകളില്ലേ, അതിനെക്കുറിച്ച് അമ്മയ്ക്ക് ആദ്യമേ മംഗളവാർത്തയുടെ മെയിൻ സംഭവം, മംഗളവാർത്തയുടെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഒന്ന് യേശുക്രിസ്തുവിൻ്റെ അനന്തമായ സാധ്യതയാണ്. ലുക്ക 1:31. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതായത് അവൻ വലിയവനായിരിക്കും സംഭവില്ലേ, അതാണ് പൊട്ടൻസി എന്ന് പറയുന്നത്, കർത്താവിൻ്റെ സാധ്യത. അപ്പോൾ മറിയത്തിൻ്റെ മനസ്സിൽ ഈ സംഭവം കിടക്കുന്നുണ്ട്. യേശുവിൽ ദൈവം കൽപ്പിച്ച് നൽകിയ ദൈവത്തിനടുത്ത ഒരു വലിമയുണ്ട്. അമ്മ അതെല്ലാം ആ വലിയ ദൈവത്തെ ഉദരത്തിൽ ആവഹിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പിന്നെ ഉണ്ടായിരുന്നത് ഒരു തണുത്ത പ്രതീകമല്ല, മറിച്ച് ഒരു സ്പീഡാണ് എല്ലാത്തിനും, ഒരു ധൃതി. അപ്പം അത് എലിസബത്തിൻ്റെ വീട്ടിലൊക്കെ ആ തിടുക്കം കാണിക്കുന്നുണ്ട്. ഈ തിടുക്കം എലിസബത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല, അമ്മയുടെ ലൈഫ് നോക്കിയാൽ മൊത്തം തിടുക്കുക. ഒരു കാര്യം സ്ലോ ആയിട്ട് അമ്മ ചെയ്തിട്ടില്ല. ഇപ്പം കാനായിലെ കല്യാണ വീട്ടിൽ വന്നില്ലേ, അവിടെ ഈ തിടുക്കമുണ്ട് ശരിക്കും, ഒരു വാട്ടർ മാർക്ക് പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ നോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ അകത്തൊരു ജലരേഖ കാണത്തില്ലേ, ജലമുദ്ര. അതുപോലെ അമ്മയുടെ സ്വഭാവത്തിലുള്ള ഈ തിടുക്കം എന്ന് പറയുന്നത് ഈശോ വലിയവനാണ് ഗർഭം ധരിച്ചിരിക്കണമെന്ന് അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് തൻ്റെ പൊട്ടൻസി അറിയാം, എന്താണ് വലിയവൻ്റെ അമ്മയാണ് താനം എന്നുള്ളതിനെക്കുറിച്ചും അറിയാം. അതുകൊണ്ടാണ് കാനായിലെ കല്യാണം എന്ന് പറഞ്ഞ ഒരു ലീസ്റ്റ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസാണ്. വളരെ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമഡി ആയിട്ട് പോലും തോന്നാൻ സാധ്യതയുള്ള ഒരു ലീസ്റ്റ് സർക്കംസ്റ്റൻസ്, ഒരു കല്യാണമാണ്. അവിടെ സ്വാഭാവികമായിട്ട് ചില വീടുകളിൽ സംഭവിക്കുന്ന പോലെ വിഭവശോഷണം സംഭവിച്ചു. ഇല്ല, വിഭവം ഇല്ല, വീഞ്ഞു തീർന്നു പോയി. പക്ഷേ ആ ഒരു ഇൻസിഡൻ്റ് യേശുവിനെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അമ്മയുടെ തിടുക്കം. അമ്മ സൂപ്പറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അമ്മയുടെ എന്ത് തിടുക്കം നോക്കി, അവിടെ പാസ്റ്റർ യേശുവിനെ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ലേ. പക്ഷേ അമ്മയുടെ ഉള്ളിൽ എവിടെയും, അവിടെ മാത്രമല്ല എവിടെയും ഒരു തരം കിട്ടിയ, ഒരു പഴുത് കിട്ടിയാൽ യേശുവിനെ അപ്ലൈ ചെയ്യണമെന്ന് ഉള്ള ത്വരയുള്ള ആളാണ്. ഇവർ ഞാൻ സെമിനാരി വരുമ്പോഴേ ഫസ്റ്റ് ടൈം ഞാൻ കമ്മിങ് ആലപ്പുഴ സെമിനാരി വരുമ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഒരു ഭൂമി കൈവലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നൊരു ഫോട്ടോയാണ്. അപ്പം അവിടെ എഴുതിയിരിക്കുന്നത് റെജീന മിഷനോരും പ്രേ ഫോറസ്. അപ്പം അതൊക്കെ അന്ന് എനിക്ക്
ഇംഗ്ലീഷ് പോലും നല്ലോണം അറിയാൻ പറ്റായിരുന്നു. അപ്പോഴാണ് ഇത് ലാറ്റിനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മനസ്സിലാക്കി അവിടെ എന്താ എൻ്റെ അർത്ഥം. അപ്പോൾ പറഞ്ഞ് റെജീന മിഷനോരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വീൻ ഓഫ് റെജീന മീൻസ് ക്വീൻ, ലത്തീനാണ്. ക്വീൻ ഓഫ് മിഷൻസ്, അതായത് പ്രേക്ഷിത റാണി. ക്വീൻ ഓഫ് മിഷൻസ് പ്രേ ഫോർ അസ് ഓരാ പ്രൊനോമിസ് നോബിസ്, അതായത് പ്രേ ഫോർ അസ്. അപ്പോൾ മിഷൻ, അമ്മ ഒരു മിഷൻ്റെ രാജ്ഞിയാണ്. ആ മിഷൻ ഒരു രാജകീയമായ ഒരു മിഷൻ രൂപമാണ്. എന്താണ്? ക്രിസ്തുവിന് ഒരല്പം ഒരു പഴുത് കിട്ടിയാൽ ക്രിസ്തുവിന് കൈമാറും. ചില സുവിശേഷ സാക്ഷികളെ കണ്ടിട്ടില്ലേ, ഇത്തിരി പഴുത് കിട്ടിയ യേശുവിനെ അവർ അതിൻ്റെ അകത്ത് കടത്തും. നമുക്ക് വലിയ പഴുത് കിട്ടിയാലും നമ്മൾ യേശുവിനെ കുറിച്ച് പറയത്തില്ല. അവരെന്ത് വിചാരിക്കും, അവരുടെ മതത്തെ നമ്മൾ മാനിക്കേണ്ടതെന്ന്. നിങ്ങളെ മാനിച്ചോ, പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കുന്നതിന് എന്താണ് ആ തടസ്സമായി വരണത്? എല്ലാവരെയും മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തുവിനെ മാനിക്കാൻ പറ്റും. അവരാണ് നമ്മൾ മിഷണറി എന്ന് പറയണത്. കാനായിൽ അവിടെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ഒരു വിഷയമാണ്. അവിടെ ക്രിസ്തുവിനെ നിങ്ങൾ പോയി വായ്പ വാങ്ങിക്കൂ, നിങ്ങൾ പോയി അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ച് കടം മേടിക്കൂ, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കൂ എന്ന് പറയുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് ആ ഒരു കുഞ്ഞു പഴുതിൻ്റെ അകത്ത് ക്രിസ്തുവിനെ എങ്ങനെയാണ്, കാരണം അവൻ വലിയവനായിരിക്കുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവൻ വലിയവനെ ഗർഭം ധരിച്ച അമ്മയ്ക്കും ആ ഒരു താൻ അമ്മയെ ആ വലിയവൻ്റെ അമ്മയാണെന്നുള്ള ബോധമുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു അപ്രസക്തമായിട്ടുള്ള ഒരു പഴുത് കിട്ടിയപ്പോഴും അവിടെ കൊണ്ട് ക്രിസ്തുവിനെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അമ്മയ്ക്ക് തിടുക്കമുണ്ട്. ഈ തിടുക്കമാണ് നമ്മളിങ്ങനെ കുരിശിൻ്റെ വഴിയിൽ നടത്തി ദുഃഖ വെള്ളിയാഴ്ച കഞ്ഞിയും കുടിച്ച് മാങ്ങാച്ചാറും തിന്ന് ചെറുപയറും കഴിച്ച് അതിന് വലിയ കാര്യങ്ങൾ ചെയ്ത പോലെ പോകരുത്. യു മസ്റ്റ് ബി എ മിഷണറി. കർത്താവിനെ കൈമാറാൻ കഴിയണം. ദൈവത്തിന് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കൈമാറുന്നവരായിട്ട് മാറണം. ആരെയും മതം മാറ്റാനല്ല, മറിച്ച് ക്രിസ്തു നേടിയെടുത്ത രക്ഷ അവർക്കുള്ള അവകാശം അവർക്കും ഉണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഇത്തിരി പഴുത് കിട്ടിയാൽ അവിടെ ക്രിസ്തുവിനെ അപ്ലൈ പ്രയോഗിക്കുവാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി അവസരം കാത്തിരിക്കണം. അതാണ് അതിനുള്ള തിടുക്കം കാണിക്കാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. കഴിഞ്ഞ 500 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വിൻസെൻ്റ് ഇപ്പോൾ അതൊരു ലേമനാണ് തുടങ്ങിയത്, സഭയെ നയിച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ ഇതില്ലേ BCC, അതും തുടങ്ങണത് അൽമേര തുടങ്ങിയത്, അല്ലാതെ സിനഡല്ല തുടങ്ങിയത്, അൽമേര തുടങ്ങിയത്. അപ്പോൾ അൽമേരയുടെ ദൈവാനുഭവങ്ങൾ 500 കൊല്ലത്തെ ദൈവാനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ സഭയെ നയിച്ച ഒരു അണ്ടർലൈൻ ചൈതന്യത്തിലൂടെ ദൈവം സഭയെ ശക്തമായി നയിക്കുക. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ആരാണത്? അത് എന്തെങ്കിലും ഒരു സിനഡ് കൂടിയിട്ട് തീരുമാനിച്ചതാണ്? അല്ല, അതൊരു ലേമൻ മൂവ്മെൻറ്റാണ്. സഭയെ നവീകരിച്ച ശക്തിപ്പെടുത്തിയ എല്ലാ മൂവ്മെൻറ്റുകളും നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ ദൈവം അൽമേരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം തുടങ്ങി വെച്ച ദൈവത്തിൻ്റെ സ്വന്തം സംരംഭങ്ങളാണ്. അതിലൂടെയാണ് സഭ ഇത്രയും നാൾ നയിച്ച് ഭരിച്ച് പോന്നിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മതി, ഓരോ ചരിത്രങ്ങളെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ സാധാരണ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളും സാധാരണ മനുഷ്യൻ സഭയെ പണിതുയർത്താൻ വേണ്ടി ദൈവം പാവപ്പെട്ടവനെ ഉപയോഗിച്ചതും നോക്കാനാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഭയങ്കര പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാര്യം ഇനിയും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കാരണം നിങ്ങളിലൂടെ കേൾക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഓരോ വ്യത്യസ്തങ്ങളായ അനുഭൂതികളും ആന്തരിക ബോധ്യങ്ങൾക്ക് പക്ഷേ സാക്ഷ്യത്തിന് പറ്റിയ വേദസാക്ഷ്യമോ രക്തസാക്ഷ്യമോ എന്തു തന്നെ ആയാലും സഭയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അഭിഷേകം എന്ന് പറയുന്ന ബൈബിള് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യുന്നതിനായി അങ്ങനെക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം ദൈവസ്നേഹത്തോടെ വായിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങളുടെ സഭയെക്കുറിച്ച് തീഷ്ണതയുണ്ടാകണം. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല. കാര്യം സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം.
അപ്പോൾ എൻ്റയർ ചർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും സങ്കടവും എനിക്ക് പണ്ടുണ്ടായിരുന്ന സാധനമാണ്. എപ്പോഴും സഭയെക്കുറിച്ച് ചിന്തിച്ചും ആലോചിച്ചും പ്രാർത്ഥിച്ചും സഭയുടെ വലിയ വലിയ വാർത്തകളിൽ സന്തോഷിച്ചും ഒക്കെ ദൈവത്തെ ഇഷ്ടപ്പെട്ടു പോയൊരു കാലമുണ്ട്. അപ്പം നിങ്ങൾക്ക് സഭയെ ഇഷ്ടപ്പെട്ടു പോയാൽ സഭയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരല്ല സഭ, അത് നിങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലേ. ഞങ്ങളാരും ചന്തലിൽ നിന്ന് ചൊവ്വയിൽ നിന്ന് വന്ന ആൾക്കാരല്ല. നിങ്ങളൊക്കെ വീട്ടിൽ വളർത്തിയിട്ട് സഭയിൽ ചെന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാകണമെന്ന് തന്നെ അർത്ഥം. അപ്പോൾ അത് ഒരുമിച്ച് സഹിച്ചാൽ മതി. അല്ല, ആരും പഴിച്ചാറ്റൊരു കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ടത് ഒരുമിച്ച് സഹിക്കാനൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. എന്തൊരു വിഷയം സഭയിൽ കേട്ടാൽ അത് സാത്താൻ അത് മുതലെടുക്കും. സഭയിലേക്ക് വിശ്വസിക്കാൻ ആശയം അർപ്പിച്ചവർക്ക് അവിടെ അവലംബങ്ങൾ തകർക്കുന്നതിന് വേണ്ടി സാത്താൻ അങ്ങനെ ഉപയോഗിക്കും. അപ്പോൾ ചിലർക്ക് മാനസികമായ വിഭ്രാന്തികൾ കുഞ്ഞുനാൾ മുതലേ ഉണ്ടാവും. ഇപ്പോൾ 2-3 കന്യാസിമാരൊക്കെ ആത്മഹത്യ ചെയ്തില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ കന്യാസിമാർ ആത്മഹത്യ ചെയ്താൽ അതല്ല എന്താ കാര്യം? ആർക്കെങ്കിലുമൊക്കെ ഈ കുടുംബപരമായിട്ട് ഈ ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടാവും. ആ പിടികിട്ടത്തില്ല. നമുക്ക് ഇവരെ എടുക്കുന്ന കാലത്തൊന്നും പിടികിട്ടത്തില്ല. അവർ വളർന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോകുമ്പോൾ മാത്രമേ അവരുടെ ആ മനസ്സിൻ്റെ ബലക്ഷയങ്ങൾ അവരെ തളർത്തിയിട്ട് അവർ അതിൻ്റെ ആ വികാരം അനുസരിച്ച് പ്രവർത്തിച്ചു പോകും. അപ്പോൾ നമുക്ക് സങ്കടമൊക്കെ വരും. സങ്കടമൊന്നും വരണ്ട. അവർ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ തന്നെ പോയിട്ടുള്ളവരാണ്. പിന്നെയുള്ള കാര്യങ്ങൾ ഫിൽറ്ററിംഗ് ഒന്നും നടക്കത്തില്ല. പണ്ടൊക്കെ ഫിൽറ്ററിംഗ് നടക്കുമായിരുന്നു. ഇന്നിപ്പോൾ ദൈവവിളി കുറവായത് കാരണം ഫിൽറ്ററിംഗ് നടക്കത്തില്ല. പിന്നെ നിങ്ങളാണെങ്കിൽ വെച്ചാൽ ദൈവത്തോട് സ്നേഹമില്ല. നിങ്ങളൊരു വയറ്റിപ്പിഴപ്പ് ക്രിസ്ത്യാനിയായിട്ട് അങ്ങ് ജീവിക്കുകയാണ്. അതെനിക്ക് ഓരോ ദൈവത്തിന് ഇപ്പോൾ ഒരു 4 മക്കളുള്ളവർ അല്ലെങ്കിൽ 3 മക്കളുള്ളവർ 2 മക്കളുള്ളവർ ഒരാൾ ദൈവത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കുകയാണെങ്കിലുണ്ടല്ലോ, തീർച്ചയായിട്ടും ദൈവം ആ പ്രാർത്ഥന കേൾക്കും. ഇവർ പ്രാർത്ഥിക്കത്തില്ല. എങ്ങനെ അച്ഛനാക്കരുത്, എങ്ങനെ കന്യാസ്ത്രീ ആക്കരുതെന്നാണ് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യണത്. 6 പ്രസവിച്ചാലും 7 പ്രസവിച്ചാലും നിങ്ങൾ തന്നെ വേണം. ഈ നിങ്ങൾ പ്രസവിച്ച സംഭവത്തിന് നിങ്ങൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ പന്നിയല്ലേ പ്രസവിച്ച കുഞ്ഞുങ്ങളെ തിന്നണത്? ദൈവത്തിന് കൊടുക്കണ്ടേ? ഈ പ്രസവിച്ച് കഴിയുമ്പോൾ എന്ത് പന്നി വളർത്തുന്ന ആൾക്കാർ എന്താ ചെയ്യണത്? പ്രസവിക്കുകയാണെങ്കിൽ പന്നിയുടെ സ്വരത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ തന്നെ പന്നിയുടെ ആൾക്കാർ മുതലാളി എന്നിട്ട് അടുത്ത് നിൽക്കും. പ്രസവിക്കണ എടുത്ത് മാറ്റും. അല്ലെങ്കിൽ ഗർഭച്ചൂലെന്നും പറഞ്ഞുകൊണ്ട് ഈ സാധനം അതിനെ തിന്നും. നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിൽ തന്നെ നേരത്തെ ജോലി മേടിച്ച് കൊടുത്ത് അവരുടെ പണം കൊണ്ട് നമ്മൾ തന്നെ ജീവിക്കുക. സഭയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ദൈവവിളിക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ആരാണെന്നൊന്നും ഞാൻ പറയണില്ല. അത് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും അബദ്ധം പറ്റി മനസ്സിലായത്. ഒരാളെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടതായിരുന്നു എന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഞാൻ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എനിക്കിനി പ്രസവിക്കാനോ കുഞ്ഞുങ്ങളെ അങ്ങേക്ക് നൽകാനോ നിവൃത്തിയില്ലെങ്കിലും ആ വിഷയം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സഭയിൽ നല്ല ദൈവവിളി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ പരിശ്രമിക്കാം. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അഭിഷേകമുള്ള ധാരാളം ദൈവവിളികൾ നൽകി ധന്യമാക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പൊ ഇങ്ങനെ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുകയും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടണം, സുവിശേഷം ദൈവത്തെ മറ്റുള്ളവർക്ക് അറിയിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ചിട്ടാണ് ഈ വചനം വായിക്കണമെങ്കിൽ വചനം പെട്ടെന്ന് അഭിഷേകമാകും. അല്ല, ദൈവത്തിന് ഒരു പ്രയോജനമില്ലാതെ നിങ്ങളിത് വായിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് അഭിഷേകം ഈ ബോയിലിംഗ് പോയിൻ്റ് കൂട്ടണം. ബോയിലിംഗ് പോയിൻ്റ് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ജീവിത രീതികളിൽ നിന്ന് ദൈവത്തെ അറിയാത്തൊരു കാര്യമുണ്ടല്ലോ. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ദൈവത്തെ അറിയാത്തൊരു കാലഘട്ടം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അറിഞ്ഞിട്ട് അംഗീകരിക്കാത്ത കാലഘട്ടം, ദൈവത്തെ അറിഞ്ഞിട്ട് അറിവനുസരിച്ച് ജീവിക്കാത്ത കാലഘട്ടം, ഒരു കാലഘട്ടം അജ്ഞതയുടെ കാലഘട്ടം. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ അജ്ഞതയുടെ കാലഘട്ടം ദൈവം പിന്നെ അത് കൗണ്ട് ചെയ്യത്തില്ല. അജ്ഞതയുടെ കാലഘട്ടത്തെ പ്രവർത്തനങ്ങൾ 17:30 അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ഒന്ന് പറഞ്ഞേ, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇതൊരു കൽപ്പനയാണ്, ഉടമ്പടിയിലൂടെ വന്നിരിക്കുന്ന ഒരു കൽപ്പനയാണ്. അപ്പം അതിൻ്റെ അകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അല്ലേ? അപ്പോൾ അതിനൊന്നും വായിച്ച് എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും
പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ആഗ്രഹമല്ല, പിന്നെ എന്താണ്? ആജ്ഞാപനമാണ്. അപ്പം നമുക്ക് ഓപ്ഷൻ ഇല്ല. ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തേ മതിയാവത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവേ എല്ലായിടത്തുമുള്ള എല്ലാ ജനങ്ങളെയും ഞാൻ ഉൾപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അങ്ങേ അറിയാത്ത എന്റെ അജ്ഞതയുടെ പഴയ കാലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെടുന്ന ഉടമ്പടിയുടെ പുതിയ കാലം എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ആരാധന ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം മറ്റ് പ്രാർത്ഥനകളെ എല്ലാം മനുഷ്യനെ ഓറിയന്റഡ് ചെയ്താണ് വരുന്നത്. പക്ഷെ ഈ ഉടമ്പടി വരുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ കൂടി അതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദൈവിക കാര്യങ്ങളെ കൂടുതൽ തീക്ഷ്ണതയോടെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാനിടയ്ക്ക് നമ്മുടെ അച്ഛന്മാരോട് പറയുകയും, പൊതുവേ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഭക്ഷണത്തിലൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ദൈവിക കാര്യങ്ങളെ ഇവിടെ സംസാരിക്കത്തുള്ളൂ. സാധാരണ എന്തെങ്കിലും മാനുഷികമായ കാര്യങ്ങളിലേക്ക് സംസാരിക്കണമെങ്കിൽ പൊതുവേ ഞങ്ങൾ ഒരുമിച്ച് സംസാരം നിർത്തിയിട്ട് തിരിച്ചു പോരും. അതിൻ്റെ അർത്ഥം അപ്പോഴേ ഞാൻ അച്ഛന്മാരുടെ ജനസമയത്ത് പറയുകയും, കർത്താവ് ചോദിച്ചിരിക്കുന്നത് ആര് എനിക്ക് വേണ്ടി പോകും, ആര് ഞാൻ അയക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 6:8. അതിനുശേഷം കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? ആരെയാണ് ഞാൻ അയക്കുക? പിന്നത്തെ ചോദ്യം എന്താണ്? ആരാണ് നമുക്ക് വേണ്ടി പോവുക? ആരെയാണ് ഞാൻ അയക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയക്കാനൊരു 1000 ഉണ്ട്. അതൊക്കെ അവിടെ വൈദ്യപരിപ്പിന് വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോവുക? അതാണ് പ്രശ്നം. ഉടമ്പടിയിൽ എല്ലാ പ്രാർത്ഥനയിലും അയക്കപ്പെടാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ടാവും. ദൈവത്തിന് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. ഉടമ്പടി വരുമ്പോൾ അങ്ങനെയല്ല. ആരാണ് ഞാൻ അയക്കുക, പിന്നെ ആരാണ് എനിക്ക് വേണ്ടി പോവുക. അപ്പോൾ എനിക്ക് വേണ്ടി പോകുന്ന മിഷൻ ഉടമ്പടിയിൽ ഒത്തിരി ഉണ്ട്. ഇത് പല ആൾക്കാർ ഇത് ചിലർ ചെയ്യും, ഒപ്പിച്ചുണ്ടാക്കും. ചിലർ പിന്നെ ആ കടമ പോലെ നിർവഹിക്കും. ചില ആൾക്കാർ കടമ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നോക്കും. എന്നിട്ട് അവരെൻ്റെ അടുത്തുള്ള പ്രാർത്ഥന മാത്രം എടുക്കും. ചില ഈ 2ാം ക്ലാസ്സുകാർ ഒരു അര വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ, ഈ ഷഡ്ഡിയൊക്കെ ഇട്ട് നടക്കുന്ന കാലത്ത് അവരുടെ മുമ്പിൽ കേക്ക് വെച്ചാലുള്ള അവസ്ഥ എന്താണ്? അവരെ ചെറിപ്പഴം എടുത്ത് തിന്നിട്ട് വീട്ടിൽ പോകും ഇല്ലേ? കേക്ക് നമ്മൾ ബർത്ത്ഡേക്ക് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഐസ്ക്രീം ഉണ്ടാവും, അതിൻ്റെ അകത്ത് ചെറിപ്പഴം ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യണത്? ആ ചെറിപ്പഴം എടുക്കും, ഐസ് ക്രീം എടുത്ത് വെച്ചു. കേക്ക് കഴിക്കത്തില്ല. ഉടമ്പടിയിലുള്ള ഐസ്ക്രീമാണ് ചില ആൾക്കാർക്ക്. ആ പ്രത്യക്ഷയുടെ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? പ്രത്യക്ഷയുടെ പ്രാർത്ഥന നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. അപ്പോൾ അതിപ്പോൾ അങ്ങനെയുള്ളവരെ ഈ തുണിയില്ലാത്ത പിള്ളേരായിട്ട് ദൈവം കാണത്തുള്ളൂ. അപ്പോൾ ഓർത്തേക്കണം, വലിയമ്മ ചെടുത്തിമാരൊക്കെ ചെയ്യണം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ശിശുക്കളാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഐസ്ക്രീമും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി. കഷ്ടപ്പെട്ട ഒത്തിരി ജോലികൾ അതിനകത്തുണ്ട്. ഒന്നാമത്തെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം ഒന്നും ഇതിൻ്റെ അകത്ത് മെൽട്ടിങ് പോയിൻ്റൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. എനിക്കറിയാമല്ലോ മെൽട്ടിങ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃപയുടെ ഓരോരോ ഗാഠമായ കൃപ, ഡൈല്യൂട്ടായിട്ടുള്ള കൃപ, ഇങ്ങനെ വ്യത്യസ്തങ്ങളുണ്ട്. ഇതിനൊക്കെ മെൽട്ടിങ് പോയിൻ്റ് വ്യത്യാസം. ഇപ്പോൾ മണ്ണ് ഉരുക്കണമെങ്കിൽ ഒരു 800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെള്ളമാണെങ്കിൽ അത് ബോയിൽ ചെയ്യണമെങ്കിൽ ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെള്ളം തിളക്കും. പക്ഷേ മണ്ണ് തിളക്കത്തില്ല. മണ്ണ് തിളക്കണമെങ്കിൽ 800 ഡിഗ്രി വേണം. സ്വർണ്ണം തിളക്കണമെങ്കിൽ 1300 മറ്റേ വേണം. അപ്പോൾ ഇങ്ങനെ മെൽട്ടിങ് പോയിൻ്റ് വ്യത്യാസമുണ്ട്. കൃപയുടെ കാര്യത്തിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന കൃപയുടെ ക്വാളിറ്റേറ്റീവിൽ മെൽട്ടിങ് പോയിൻ്റ് വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാഠകൃപ, കർത്താവിൻ്റെ ഗാഠകൃപ എന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ തനത് കൃപയ്ക്കാണ് ഗാഠകൃപ എന്ന് പറയുന്നത്. റീസൺ, ഈ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഗാഠകൃപ കിട്ടിയാൽ മാത്രമേ നിത്യയിൽ നമുക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. നിത്യത വെച്ച് നോക്കാതെ നിങ്ങൾ ഒരു മണ്ടത്തോട് കാണിക്കരുത്. ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ കല്യാണം കഴിക്കുകയും മക്കളുണ്ടാകുകയും PSC ടെസ്റ്റ് എഴുതുകയും ജോലി കിട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് മാത്രം ജോലിക്കാരാണ് ഉണ്ടായത്. ക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ ഉള്ളവൻ്റെ ജോലി കളയുകയും ചെയ്തത് ക്രിസ്തു.
ഇല്ലേ? മത്തായിനൊക്കെ അയാൾ നല്ല ബിസിനസ് ആയിരുന്നു, ടാക്സ് കളക്ടറായിരുന്നു, നീ ഇപ്പോൾ പണിയൊക്കെ മുടക്കം നിർത്തി പോരാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി 2 വള്ളവും വില ഉണ്ടായിരുന്ന ആളാണ്. പത്തോസിൻ്റെ വള്ളം എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൽ കടപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി കണ്ടാണ്. പത്തോസിൻ്റെ വള്ളമാണെന്ന് അറിയാൻ പാടില്ല. ആ പത്തോസിൻ്റെ വീടിൻ്റെ അടുത്ത് 2 വള്ളങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് പത്തോസിൻ്റെ വള്ളമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വള്ളവും വിലയൊക്കെ ഉണ്ടായിട്ട് അത്യാവശ്യം ജീവിക്കാൻ മാർഗ്ഗം ഉണ്ടായിരുന്ന ആൾക്കാരെയാണ് കർത്താവ് പറഞ്ഞ് പണിയൊക്കെ നിർത്തി പോകാം, എൻ്റെ കൂടെ പോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ പോരുക എന്നുള്ള വർത്തമാനം ക്രിസ്തുവിൻ്റെ യാത്രയിൽ നമ്മുടെ ചില സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഇതിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നിട്ട് ഈ സാധനം ബോയിലാകത്തില്ല. ബോയിലാകും, അത് വെള്ളം പോലെ തിളക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ നമുക്ക് വേണ്ടത് ഗാഢകൃപയാണ് വേണ്ടത്. ഗാഢകൃപ എന്ന് പറയുന്നത് കൃപ ഇതിൻ്റെതാണ്, അതായത് റിസക്ഷൻ്റെ തനത് കൃപയാണ്. തനത് ഗാഢകൃപ കിട്ടിയാൽ നമുക്ക് അപ്പം തന്നെ നമ്മുടെ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓർക്കും, അല്ലെങ്കിൽ ഉയർപ്പ് ഉറപ്പാക്കാൻ പറ്റുകയല്ലേ? പറ്റും, പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവത്തെ ആസ്വദിക്കുന്നതിനൊക്കെ എല്ലാം ആനുപാതികമായിട്ടുള്ള കപ്പാസിറ്റി പ്രോബ്ലം ഉണ്ട്. കപ്പാസിറ്റി, കഴിവ്. എല്ലാവർക്കും ഒരു കഴിവല്ലല്ലോ. ഇപ്പോൾ എന്താ പ്രശ്നം? അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവമക്കളാകുക എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ഒരു കഴിവാണ്, അല്ലേ? അല്ല, ദൈവമക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഇപ്പോൾ ഒരു യന്ത്രത്തിൽ കൊണ്ടുപോയി ഒരു സാധനം ഇട്ടിട്ട് വേറെ ഒരു ഉപകരണമായിട്ട് വരണ പോലെയുള്ള ഒരു പ്രൊഡക്ഷൻ അല്ല. ദൈവമക്കളാകാനുള്ള ഒരു ആത്മാവിൻ്റെ എബിലിറ്റി ദൈവം വർദ്ധിപ്പിക്കുന്നതാണ്. അതെങ്ങനെ വർദ്ധിപ്പിക്കണത്? അതിൻ്റെ അകത്ത് പ്രൈമറി ആത്മാവിൻ്റെ എബിലിറ്റി, കഴിവ്, ദൈവമക്കളാകുമ്പോൾ ആ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്ന നിത്യത അവകാശം കിട്ടാനുള്ളത് ഒരു കഴിവാണ്. ഈ കഴിവിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ബൈബിൾ പറയണത്, കൃപയെക്കുറിച്ച് പറയണത്. അപ്പോൾ കൃപയാണ് കഴിവെന്ന് ഉറപ്പല്ലേ? എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാണുള്ള കഴിവ് നൽകി. മോശ വഴി നിയമം ഉണ്ടായി, യേശുക്രിസ്തു വഴിയാകട്ടെ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. 1:17 എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, വചനം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ യേശുക്രിസ്തു വഴി ഉണ്ടായ തനത് ദൈവാനുഭവം എന്താണ്? കൃപയാണ്, നോട്ട് ബ്ലെസ്സിങ്സ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിനെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അകത്തുള്ളത് എന്താണ്? യേശുവിനുള്ളത് ഒന്ന് ആത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്ന കൃപ. ആത്മാവിനെ ബലപ്പെടുത്തുന്ന അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഭവങ്ങളെ നമ്മൾ കൂടുതൽ ദൈവമായിട്ട് ഇൻറ്റിമസി ആകും. ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ നിത്യ സൗഭാഗ്യത്തെക്കുറിച്ച് ബൈബിൾ സംസാരിക്കുമ്പോൾ ഈ കൃപ നിറയുന്ന അനുസരിച്ച് കൊണ്ട് നമ്മുടെ അന്തർജ്ഞാനത്തിൻ്റെ കൂടെ ആന്തരികമായ അഭിഷേകങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറഞ്ഞാൽ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രിസ്ത്യാനിറ്റി നൽകണത് ഇതാണ്. നിങ്ങൾ പറയുന്ന ജോലിയും വീടും വിവാഹവും ഒക്കെ ശരിക്കും നിങ്ങൾ മതവിശ്വാസം അല്ലെങ്കിൽ പോലും കിട്ടും. അതിനാരും കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല. അതിപ്പോൾ ഇവിടെ ഇരിക്കണേ നിരീശ്വരനായാലും കിട്ടുമെന്ന് ഞാൻ എപ്പോഴും പറയും. ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ കുറച്ച് 15-19 ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയേക്കാൾ നിർഭാഗ്യരാണ്. അതാ, അപ്പോൾ ഈ നമ്മളെ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവർ എപ്പോഴും നിത്യജീവിതം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ബാക്കി ഇതൊക്കെ ചേർത്ത് നൽകണതാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചേർത്ത് നൽകും. കൂടുതൽ വലിയ കാര്യങ്ങളാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാർക്കോ അതുപോലെ തന്നെ വേറെ ഈ കോംപ്ലിമെൻ്റായിട്ട് ചിലർക്ക് ഒരു കപ്പ് കിട്ടും, ചിലർക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്നത് ഫ്രിഡ്ജായിരിക്കും, ചിലർക്ക് കോംപ്ലിമെൻ്റായിട്ട് കിട്ടുന്നത് ഒരു യൂറോപ്പ് യാത്രയായിരിക്കും. കോംപ്ലിമെൻറ്റ്സ് വ്യത്യാസം ഉണ്ടാവും, ഇല്ലേ? നമ്മളൊക്കെ പോയാൽ വല്ല ജീപ്പായ തരത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ വലിയ പർച്ചേസ് നടത്തണില്ല. വലിയ പർച്ചേസ് നടത്തുന്ന ആൾക്കാർ കോടികളുടെ ടേൺ ഓവറുള്ള മാർജിൻസ് കിട്ടുമ്പോൾ അവർക്ക് വിദേശയാത്രയാണ് സ്പോൺസർ ചെയ്യണ കമ്പനി. ക്രിസ്ത്യാനിറ്റി ഒരു വിദേശയാത്രയാണ് സ്പോൺസർ ചെയ്യണത്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിത്യത കിട്ടും. കൈയടിച്ച് മക്കളെ, ബൈബിൾ നൽകുന്ന ഭയങ്കരമായ ഒരു അഭിഷേക വെളിപാടുണ്ട്. അതായത് വാഗ്ദാന പേടകവും കാണായി. നമ്മളിന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്ന വാഗ്ദാന പേടകം നിത്യതയിൽ കാണുന്നിടത്ത് വെച്ചാണ് ഉടമ്പടി പുസ്തകം ഞാൻ എഴുതി തീർത്തത്. അതെനിക്കറിയത്തില്ലായിരുന്നു.
ഞാനിങ്ങനെ തൈക്കാട്ട് ചെയ്തുകൊണ്ട് ഈ സംഭവം എഴുതിയതുകൊണ്ട് കർത്താവ് എന്നോട് ഉടമ്പടി പുസ്തകം എഴുതാൻ പറഞ്ഞു, എമർജൻസി ആയിട്ട്. ഞാനൊന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ പുസ്തകത്തിൽ ഒന്നുമില്ല. ഞാനിതെല്ലാം എഴുതിക്കൊണ്ടിരുന്ന സമയം ജോമളെ അതെഴുതിയിട്ടുണ്ട്, ജോമളെ ഇതെഴുതിയിട്ടുണ്ട്, ജോമളെ എന്ന് പറഞ്ഞാൽ ജോമളെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്ന് ജോമള ഇവിടെ, ഞാൻ അവിടെയാണ്. ഇപ്പോൾ ഇവർ MDH പഠിക്കാൻ വേണ്ടി, മാസ്റ്റർ ഓഫ് തിയോളജി പഠിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. പക്ഷേ അന്ന് ഇവരുണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന കാര്യം ഞാൻ കർത്താവിനോട് പറഞ്ഞ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് എഴുതണം, വാറ്റിക്കൻ സൂര്യദോസിൻ്റെ ഡിഗ്രി എഴുതണം, ഇതിൻ്റെ ബൈബിൾ എഴുതണം, ബൈബിൾ വ്യാഖ്യാനങ്ങൾ സഭയുടെ എഴുതണം. അങ്ങനെ ഞങ്ങൾ ആ ഉടമ്പടി പുസ്തകം എഴുതിയിരിക്കണേ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഈ രൂപീകരണത്തിൽ അവസാനം വരണത് വാഗ്ദാന പേടകം കാണാമെന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മ, ഈശോയും എല്ലാം വാഗ്ദാന പേടകമാണ്. ഈ ബൈബിൾ അവസാനിക്കുന്നവരെ വാഗ്ദാന പേടകം കാണും. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നിത്യത വാഗ്ദാന പേടകം ഉണ്ടാകും. വാഗ്ദാന പേടകം വെച്ചിട്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യന്റെ കൂടെ. വെളിപ്പാട് 11:19. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. ഒന്ന് പറഞ്ഞ അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു, അതിൽ അവിടുത്തെ വാഗ്ദാന പേടകം കാണായി. അപ്പൊ ഈ വാഗ്ദാന പേടകം സഞ്ചരിച്ച് നമ്മുടെ കണ്ണീരെല്ലാം ഒപ്പിയെടുത്തെന്ന് പറയും. ഇനിമേൽ മരണമില്ല. അവിടുന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം ഒപ്പിയെടുത്തു. ജോർദാൻ കടന്നു പോവുകയാണ്. നമ്മള് വെളിപാട് അവസാനിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് പറഞ്ഞേ, പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. ബൈബിളിന്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ വെളിപാടിന്റെ അവസാനങ്ങളിൽ നമ്മൾ ത്രില്ലടിക്കും. നമുക്ക് അഭിഷേകം ഉണ്ടാവും. ദൈവസംഗത്താൽ നമ്മുടെ കണ്ണ് നിറയും, കരൾ നിറയും, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കട്ടെ. വായിച്ചോളൂ. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് അവസാനിക്കുന്നത് അവിടെ നിന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും. നിന്റെ കണ്ണുനീർ തുടച്ചു നീക്കുന്നവരെ, നിന്റെ മരണത്തെ ജയിച്ച് ജീവനിലേക്ക് സന്തോഷത്തിൽ പ്രകടിപ്പിക്കുന്നവരെ വാഗ്ദാന പേടകമായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ പിന്നിലുണ്ടാകും. എന്നിട്ട് വചനം പറയണെങ്ങനെ, ജോർദാൻ കടക്കുവോളോ, അവസാനത്തെ ജനം വരെ കടന്നു പോകുമ്പോഴോ വാഗ്ദാന പേടകം ജോർദാനിൽ നിൽക്കും.